കണ്ണൂർ സർവകലാശാല മുൻ വിസി നടത്തിയ അധ്യാപക നിയമനങ്ങൾ പുനർപരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. സുപ്രീം കോടതി വിധി വന്ന ദിവസം നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റർവ്യൂ റദ്ദാക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. വിഷയത്തിൽ ഗവർണറും കണ്ണൂർ വിസിയും നടപടി സ്വീകരിക്കണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനമുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം സുപ്രീം കോടതി അയോഗ്യമാക്കി വിധി വന്ന ശേഷവും തലേ ദിവസം ഇന്റർവ്യൂ നടത്തി തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകിയെന്നാണ് ആരോപണം. വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ നടപടി റദ്ദാക്കണമെന്നും വിസിയായുള്ള പുനർനിയമനത്തിനു ശേഷം അദ്ദേഹം നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വിസിക്കും നിവേദനം നൽകി. ഇന്റർവ്യൂകളെല്ലാം ഓൺലൈനായി നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും സമിതി ആരോപിച്ചു. ദില്ലിയിലെ സർവകലാശാലകളിലെ തന്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ വിഷയവിദഗ്ധരായി നാമനിർദ്ദേശം ചെയ്ത് ഓൺലൈനായിരുന്നു എല്ലാ ഇന്റർവ്യൂകളും നടത്തിയത്. ഇന്റർവ്യൂ നേരിട്ട് നടത്താത്തതിലും ആരെല്ലാം പങ്കെടുത്തെന്ന് പോലും മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിയുന്നില്ല. സുപ്രീം കോടതി വിധി വന്ന ദിവസം പോലും ഇന്റർവ്യൂ നടത്തി തനിക്ക് താൽപര്യമുള്ള ഒരാൾക്ക് ജോഗ്രഫി വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി 1ാം റാങ്ക് നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പുനർനിയമനത്തിനു ശേഷം മുൻ വിസി ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. ജനം, തിരുവനന്തപുരം.